കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ബൈബിൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ്. പഴയ നിയമം, പുതിയ നിയമം എന്നീ രണ്ട് ഭാഗങ്ങളായി ഇതിനെ വിഭജിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ സൃഷ്ടി, ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി, പ്രവാചകരുടെ സന്ദേശങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ജീവിതം, ഉപദേശങ്ങൾ, ആദ്യകാല സഭയുടെ വളർച്ച എന്നിവയെക്കുറിച്ചുള്ള ദൈവവചനങ്ങളാണ് ബൈബിളിൽ മുഖ്യമായി ഉൾക്കൊള്ളുന്നത്. ദൈവത്തിൻ്റെ പ്രചോദനത്തിലൂടെ എഴുതപ്പെട്ടതായതിനാൽ ബൈബിൾ വിശ്വാസികൾക്ക് ആത്മീയ മാർഗനിർദ്ദേശവും ജീവിതത്തിൻ്റെ നൈതികതയും നൽകുന്ന ദിവ്യഗ്രന്ഥമായി കണക്കാക്കപ്പെടും. 2 തിമോഥെയോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിന് പ്രകാരം വായിക്കുന്നു: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാക്കിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളത് ആക്കുന്നു. പുതിയ നിയമത്തിൻ്റെ പ്രത്യുദ്ധാര ഭാഷ്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയവും ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും പൂർണ്ണമായി സജ്ജമാക്കപ്പെടുവാനായി തികഞ്ഞവനാക്കുന്നതിന് ഉപദേശത്തിനും കുറ്റം ബോധപ്പെടുത്തുന്നതിനും തിരുത്തലിനും നീതിയിലുള്ള നിർദ്ദേശത്തിനും പ്രയോജനമുള്ളതാകുന്നു. ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാടുകളുടെ എഴുതപ്പെട്ട അഥവാ ലിഖിത സമാഹാരമാണ് ബൈബിൾ. പ്രാഥമികമായും ബൈബിൾ ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. ബൈബിൾ ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലായാണ് മനസ്സിലാക്കപ്പെടുന്നത്. മനുഷ്യൻ പരിമിത സൃഷ്ടി ആയതിനാൽ മാനുഷിക ബുദ്ധി കൊണ്ട് ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കുക അഥവാ ഗ്രഹിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ദൈവം തന്നെയാണ് ചരിത്രത്തിലൂടെയും വചനത്തിലൂടെയും തൻ്റെ സ്വഭാവവും ഇച്ഛയും രക്ഷാപദ്ധതിയും മനുഷ്യർക്ക് വെളിപ്പെടുത്തിയത്. സൃഷ്ടിയിലും പ്രവാചകന്മാരുടെ സന്ദേശങ്ങളിലുമാണ് ഈ വെളിപ്പെടുത്തൽ ആരംഭിക്കുന്നത്. അതിൻ്റെ പരിപൂർണത യേശുക്രിസ്തുവിൽ കാണപ്പെടുന്നു. അതിനാൽ ബൈബിൾ വെറും മനുഷ്യരചനയല്ല, ദൈവം തന്നെ തൻ്റെ സ്വഭാവം മനുഷ്യർക്ക് അറിയിക്കുന്ന ദിവ്യവചനമാണെന്ന് വിശ്വാസികൾ അംഗീകരിക്കുന്നു. ബൈബിൾ ഏകദേശം 1500 വർഷക്കാലയളവിൽ വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ച ഏകദേശം 40ഓളം എഴുത്തുകാരുടെ ലിഖിത സമാഹാരമാണ്. ഇവരിൽ രാജാക്കന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, മീൻപിടുത്തക്കാർ, വൈദ്യർ തുടങ്ങി വ്യത്യസ്ത സാമൂഹിക പശ്ചാത്തലങ്ങളിലുള്ള ആളുകൾ ഉൾക്കൊള്ളുന്നു. ഇപ്രകാരം ബൈബിളിൽ എഴുത്തുകാരുടെ വൈവിധ്യതകൾ നാം വീക്ഷിക്കുന്നു എങ്കിലും ഒരേ ഒരു ഏകീകൃത സന്ദേശമാണ് ഇതിൻ്റെ ഉള്ളടക്കം. ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തെയും രക്ഷയെയും സംബന്ധിക്കുന്നതാണ് ആ ഉള്ളടക്കം. ബൈബിളിൻ്റെ കേന്ദ്ര സന്ദേശം യേശുക്രിസ്തുവിലാണ് പൂർത്തിയാകുന്നത്. പഴയ നിയമത്തിൽ പ്രവചിക്കപ്പെട്ട രക്ഷ പുതിയ നിയമത്തിൽ യേശുവിലൂടെ നിറവേറുന്നു. ബൈബിൾ ഒരു പുസ്തകമല്ല, മറിച്ച് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥയാണ്. മനുഷ്യൻ്റെ വീഴ്ചയിൽ നിന്ന് ആരംഭിച്ച് രക്ഷയിലേക്കുള്ള യാത്രയെ ഇത് വ്യക്തമാക്കുന്നു. പഴയ നിയമം പ്രധാനമായും ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. സൃഷ്ടിയിൽ നിന്ന് ആരംഭിച്ച് ന്യായപ്രമാണം, ചരിത്രം, കവിത, ജ്ഞാനസാഹിത്യം, പ്രവചനങ്ങൾ എന്നിവയുടെ വഴിയിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇതിൽ പ്രതിഫലിക്കുന്നു. പുതിയ നിയമം യേശുക്രിസ്തുവിൻ്റെ ജനനം, ശുശ്രൂഷ, മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയും അതിനുശേഷം രൂപപ്പെട്ട സഭയുടെ ചരിത്രവും നമ്മെ പഠിപ്പിക്കുന്നു. ബൈബിൾ കേവലം ഒരു ചരിത്ര ഗ്രന്ഥം മാത്രമല്ല, അത് ആത്മീയ സത്യങ്ങളുടെ ഒരു സമാഹാരമാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ക്ഷമ, നീതി തുടങ്ങിയ മൂല്യങ്ങൾ മനുഷ്യ ജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെക്കുറിച്ചും ഇത് പഠിപ്പിക്കുന്നു. ഓരോ കാലത്തും മനുഷ്യരുടെ ചോദ്യങ്ങൾക്കും വെല്ലുവിളികൾക്കും ഉത്തരം നൽകുന്ന ജീവനുള്ള വചനമാണ് ബൈബിൾ. ഇന്നത്തെ ലോകത്തും ബൈബിളിൻ്റെ സ്വാധീനവും പ്രാധാന്യവും ശ്രദ്ധേയമാണ്.
വ്യക്തിഗത ജീവിതത്തിൽ സമാധാനവും ദിശയും നൽകുന്നതോടൊപ്പം കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും വിവിധ നിലകളിൽ ഫലപുഷ്ടമായ പരിവർത്തനങ്ങൾ വരുത്തിക്കൊണ്ട് ബൈബിൾ അതിൻ്റെ ജൈത്രയാത്ര തുടരുന്നു. കാനോനീകരണം എന്ന ബൈബിൾ രൂപീകരണത്തിൻ്റെ പ്രക്രിയയും ഏറെ പ്രാധാന്യമുള്ളതാണ്. വിവിധ ഗ്രന്ഥങ്ങൾക്കിടയിൽ ദൈവ പ്രചോദനമുള്ളവയെ ആദിമസഭ അംഗീകരിച്ചു തിരഞ്ഞെടുത്ത പ്രക്രിയയാണ് കാനോനീകരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്രകാരം സഭ അംഗീകരിച്ചതാണ് പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും ഉൾക്കൊള്ളുന്ന ഇന്നത്തെ ബൈബിൾ. ഈ പ്രക്രിയയിൽ പ്രാചീന സഭാപിതാക്കന്മാരുടെയും വിശ്വാസ സമൂഹത്തിൻ്റെയും പങ്ക് വലിയതാണ്. ഇതിനു പുറമെ ബൈബിളിൻ്റെ ഘടനയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബൈബിളിൽ ആകെ 66 പുസ്തകങ്ങളുണ്ട്. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും. ഈ പുസ്തകങ്ങൾ വ്യത്യസ്ത സാഹിത്യ ശൈലികളിൽ എഴുതപ്പെട്ടവയാണ്. ചരിത്രം, ന്യായപ്രമാണം അഥവാ നിയമം, കവിത, ജ്ഞാനസാഹിത്യം, പ്രവചനങ്ങൾ, സുവിശേഷങ്ങൾ, ലേഖനങ്ങൾ, പ്രകാശന സാഹിത്യം എന്നിവ ഈ വക വിശേഷതകൾക്ക് ഉദാഹരണങ്ങളാണ്. അതിനാൽ ബൈബിൾ ശരിയായി മനസ്സിലാക്കാൻ അതിൻ്റെ സാഹിത്യ രീതികളും ചരിത്രപരമായ പശ്ചാത്തലവും അറിയേണ്ടത് അത്യാവശ്യമാണ്. ഭാഷാപരമായി നോക്കുമ്പോൾ ബൈബിൾ ആദ്യം എഴുതപ്പെട്ടത് പ്രധാനമായും 3 ഭാഷകളിലാണ്. അവ എബ്രായ, അരാമ്യ, ഗ്രീക്ക് ഭാഷകൾ എന്നിവയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് ഇത് ലോകത്തിലെ ആയിരക്കണക്കിന് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. അതിനാൽ തന്നെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുകയും വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്ത ഗ്രന്ഥമായി ബൈബിൾ മാറി. ഇതിനുപരി ബൈബിൾ ലോക സംസ്കാരത്തിലും സാഹിത്യത്തിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അനേക കലാരൂപങ്ങൾ, സംഗീതം, സാഹിത്യം, നിയമവ്യവസ്ഥകൾ പോലും ബൈബിളിലെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട്. മനുഷ്യന് ദൈവത്തെ അറിയാനും തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താനും രക്ഷയുടെ വഴി മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒരു ദിവ്യവചനമാണ് ബൈബിൾ. അതുകൊണ്ട് ബൈബിൾ വെറും ഒരു ഗ്രന്ഥമല്ല, അത് ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനമാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ശബ്ദമാണ്. അത് കേവലം വായിക്കേണ്ടതായ ഒന്നല്ല, മറിച്ച് ധ്യാനിക്കേണ്ടതും ജീവിതത്തിൽ അനുഭവിക്കേണ്ടതും അനുസരിക്കേണ്ടതുമാണ്. ദൈവവചനം തുറക്കുമ്പോൾ നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടുന്നു. തന്മൂലം നമ്മുടെ ജീവിതവും മാറ്റപ്പെടുന്നു. ദൈവം ഇന്നും തൻ്റെ വചനത്തിലൂടെ മനുഷ്യനോട് സംസാരിക്കുന്നു. ആ ശബ്ദം കേൾക്കുകയും അതനുസരിച്ച് നടക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ജ്ഞാനവും ജീവനും.